ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവൻ നെറ്റ്വർക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ ദൈവജനമായി നിൽക്കുവാൻ കബലീവനായ ദൈവം കൃപ ചെയ്തതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയത്തിന് ആന്തരമായി കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യർ 3-1 മുതൽ 4 വരെ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും തേജസ്സിൽ അവനോടുകൂടെ വെളിപ്പെടും. ഇവിടെ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഇത് എല്ലാവർക്കും ബാധകമല്ല. ഇത് ഒരു കൂട്ടർക്ക് മാത്രമുള്ളതാണ്. ആർക്കാണെന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റവർക്ക്, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവർക്ക് മാത്രം ബാധകമായതാണ് ഈ വിഷയം. അങ്ങനെ എങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റവർ എന്തന്വേഷിക്കണം? അവർ എന്ത് ചിന്തിക്കണം? എന്തുകൊണ്ട് ഇന്ന് അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. യേശുക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കണമെങ്കിൽ 3-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ മരിച്ച് അടക്കപ്പെട്ടവന് മാത്രമേ ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയുള്ളൂ. ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതുപോലെ ക്രിസ്തുവിനോടുകൂടെ മരിച്ചവന് മാത്രമേ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുള്ളൂ. അവർ എന്ത് ചെയ്യണം? ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. എന്നിട്ട് 2-ാം വാക്യത്തിൽ എടുത്തു പറയുന്നു, ഭൂമിയിൽ ഉള്ളതല്ല, ഉയരത്തിൽ ഉള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിൽ ഉള്ളതല്ല, ഉയരത്തിൽ ഉള്ളത് തന്നെ ചിന്തിപ്പീൻ. അവിടെ 2 പദങ്ങൾ വളരെ പ്രധാനമാണ്. 1-ാം വാക്യത്തിലും 2-ാം വാക്യത്തിലും. 1-ാം വാക്യത്തിൽ എങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ മതി. അല്ലെങ്കിൽ അടുത്ത് പറയുന്ന ആ കാര്യം അവർക്ക് മാത്രം ബാധകമാണ്. എന്നിട്ട് ആ ഉയരത്തുള്ളത് അന്വേഷിപ്പെന്ന് പറഞ്ഞിട്ട് എടുത്തു പറഞ്ഞു, ഭൂമിയിൽ ഉള്ളത് അല്ല, ഉയരത്തുള്ളത് തന്നെ. ഭൂമി ഉയരത്തുള്ളതും കൂടെ എന്നല്ല, ഉയരത്തുള്ളത് തന്നെ അന്വേഷിപ്പേൻ. എന്താണ്? എന്തിനു മരിക്കണം? മാത്രമല്ല, ഉയരത്തിൽ എന്താ ഉള്ളേ? എന്തുകൊണ്ട് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം? നമുക്ക് അതിനെക്കുറിച്ച് അല്പം സവിസ്തരമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ബാധകമല്ല. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രം ബാധകമാണ്. ഇതെല്ലാവരോടും പൊതുവായി പറയുന്നില്ല. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ എന്തിനും മരിക്കണം? റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ചുരുക്കി പറഞ്ഞാൽ, പാപത്തിന് മരിക്കണം. പാപത്തിന് മരിക്കണം. ഇന്നത്തെ കാലത്ത് പാപം എന്ന് പറയാൻ ആരും ഇഷ്ടപ്പെടാറില്ല. ബലഹീനത, തെറ്റ് എന്നൊക്കെ പറയാറുള്ളൂ. പക്ഷേ ദൈവവചനം വളരെ വ്യക്തമാണ്. പാപത്തിന് ഏകമനുഷ്യാൽ പാപവും
പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് 5-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ പാപത്തിന് മരിക്കണം. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം മുൻപെങ്ങാണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഭൗമികമായതൊന്നുമല്ല, അടിസ്ഥാന പ്രശ്നം പാപമാണ്. ആ പാപത്തിൻ്റെ പരിഹാരാർത്ഥമാണ് കർത്താവായ യേശു ഭൂമിയിൽ വന്നത്. പത്രോസിൻ്റെ 1-ാം പറഞ്ഞു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് കാണാം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ പാപം ഒരു വസ്തുതയാണ്. അതിന് പരിഹാരം വരുത്താൻ മറ്റാർക്കും കഴിയാതിരുന്നപ്പോൾ കർത്താവായ യേശു തൻ്റെ ജഡത്തിൽ അവൻ ക്രൂശിൽ മരിക്കയാൽ ആ ക്രൂശുമരണം മൂലം അവൻ പാപത്തിന് പരിഹാരം വരുത്തി. കർത്താവിനെ കണ്ടെത്തിയ വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന് വിശ്വാസം അർപ്പിക്കുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് അവൻ ചെയ്ത അവൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ, യേശു ഉള്ളിൽ വരുമ്പോൾ പാപം ക്ഷമിക്കുക മാത്രമല്ല, പാപത്തിൻ്റെ മേൽ ജയവും കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ പാപത്തിന് മരിച്ചു. മാത്രമല്ല, അതുകൊണ്ടും തീർന്നില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തിന് മരിക്കുക, ജഡത്തിന് ജഡസ്വഭാവങ്ങൾക്ക്, ജഡത്തിൻ്റെ പ്രാക്ടീസിന് മരിക്കുക. അപ്പോൾ പാപത്തിന് മരിക്കണം, ജഡത്തിന് മരിക്കണം. മാത്രമല്ല, ഗലാത്യ ലേഖനം തന്നെ 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ജഡത്തിന് മാത്രമല്ല, സ്വയത്തെ ക്രൂശിക്കുക. പാപത്തിന്, ജഡത്തിന്, സ്വയത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ മരിച്ചു എന്ന് തന്നെയാണല്ലോ അർത്ഥം. ക്രൂശെ കയറിയിട്ട് പിന്നെ ജീവിക്കുന്ന അർത്ഥമില്ലല്ലോ. മാത്രമല്ല, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ, അപ്പോൾ ലോകത്തിന് മരിക്കണം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിലും പൗലോസ് പറയുന്നുണ്ടല്ലോ, എനിക്കോ കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്, അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാപത്തിന്, ജഡത്തിന്, സ്വയത്തിന്, ലോകത്തിന് ക്രൂശിക്കപ്പെടണം, അല്ലെങ്കിൽ മരിക്കണം. റോമാലേഖനം 7-ാം അധ്യായം വായിച്ചാൽ പഴയ പ്രമാണങ്ങൾക്ക്, എന്നെ കീഴ്പ്പെടുത്തിയിരുന്ന പഴയ ചട്ടങ്ങൾക്ക്, ആചാരങ്ങൾക്ക് ഞാൻ മരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മരിച്ച് ക്രിസ്തു യേശുവിനോടുകൂടെ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മരിച്ച് അടക്കപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ അടക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ
മരിച്ചവൻ അടക്കപ്പെടണം. ചുമ്മാ മരിക്കാതെ മരിച്ചു എന്ന് ബോധ്യമില്ലാതെ വെറുതെ കൊണ്ട് വെള്ളത്തിൽ മുക്കിയാൽ യാതൊരു കാര്യവുമില്ല. മറ്റു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുയേശുവിനെ വെറുതെ അല്ല 2 കൊരിന്ത്യർ 5 ആ 17 പറഞ്ഞത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇന്ന് ധരിച്ചു വെക്കുന്ന ഒന്ന് കൈവെക്കുകയല്ലോണേ സ്വർഗത്തിന് അവകാശമായെന്ന. എന്നാൽ ഞാൻ പറയട്ടെ, പാപത്തിനും ജഡത്തിനും സ്വയത്തിനും ലോകത്തിനും പാരമ്പര്യങ്ങൾക്കും മരിക്കാത്ത ഒരുവന് ക്രിസ്തുവിനോട് ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ സാധ്യമല്ല. ദൈവവചനം പറയുന്നു. ദൈവവചനം പറയുന്നത് എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമല്ല. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിനോടുകൂടെ മരിച്ചവർ അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, അവർ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽക്കു. ഇനി കൊലോസ്യരുടെ 3-ാം അധ്യായം 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, വ്യക്തമാണ് അവിടെ, യാതൊരു സംശയവും അവിടെയില്ല. ഇന്ന് വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ച് അവരുടെ സകല ആകാത്ത ചിന്തകൾക്കും സാത്താൻ്റെ ആലോചനകൾക്കും പ്രാമുഖ്യം കിട്ടത്തക്ക രീതിയിൽ ഉപദേശത്തെ വലിച്ചഴിച്ച് കൊണ്ടുപോയി പലവിധ തിയോളജികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ ദൈവവചനം വ്യക്തമായി പറയുന്നു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ മരിക്കാത്തവന് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ എവിടെയുള്ളത് ചിന്തിക്കണം, ഇവിടെ 2 കാര്യമാണ്. എവിടെ ഉള്ളത് അന്വേഷിക്കണം, എവിടെ ഉള്ളത് ചിന്തിക്കണം. പറയുന്നു, ക്രിസ്തു എവിടെ ഇരിക്കുന്നു? ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിൽ ഉള്ളത് അന്വേഷിപ്പീൻ. അപ്പൊ ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത്? പൗലോസിന് സംശയമില്ല. ക്രിസ്തു ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത്, മാത്രമല്ല ഉയരത്തിൽ. അത് എന്ത് ചെയ്യണം? ഉയർത്തെഴുന്നേറ്റവൻ അന്വേഷിക്കണം. അപ്പോൾ ഉയരത്തിൽ എന്തുണ്ട് എന്ന് ചോദ്യം പറ്റും. ഉയരത്തിൽ എന്താ ഉള്ളത്? എന്നിട്ടാണ് അടുത്ത 2-ാം വാക്യത്തിൽ പറഞ്ഞത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ ഉള്ളത് തന്നെ ചിന്തിപ്പിൻ, അന്വേഷിപ്പിൻ, ചിന്തിപ്പിൻ. ഉയരത്തിൽ എന്താ ഉള്ളത്? എന്തിനു മരിക്കണമെന്ന് ചുരുക്കമായി ആ വാക്യങ്ങൾ മാത്രം ഞാനങ്ങ് പറഞ്ഞു വിട്ടു. എന്തിനു മരിക്കണം? ഒന്നുകൂടെ പറയുന്നു, പാപത്തിന്, ജഡത്തിന്, സ്വയത്തിന്, ലോകത്തിന്, പഴയ പാരമ്പര്യത്തിന്. മരിച്ചു എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി വേർപെട്ടു, അവൻ അടക്കപ്പെടണം. അങ്ങനെയുള്ളവർ സ്നാനപ്പെടണ്ടേ. അല്ലാതെ കഥകൾ കേട്ട് എന്തോ പറഞ്ഞ് ഇപ്പോൾ സ്വർഗത്തിൽ പോകാൻ സ്നാനപ്പെടുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല, നടക്കുകയുമില്ല. അപ്പോൾ ഒരു മരണവും ഒരു പുനരുത്ഥാനവും. ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റവർ ഉയരത്തിൽ ഉള്ളത് അന്വേഷിക്കണം. ഉയരത്തിൽ എന്താ ഉള്ളത്? അടുത്ത 3-ാം വാക്യത്തിൽ, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഉയരത്തിൽ ഒന്നാമത് നിങ്ങളെ സംബന്ധിച്ച് ജീവൻ ഉയരത്തിലാണ്. അല്ലെങ്കിൽ 2 കാര്യം അവിടെ തന്നെ കാണാം. എൻ്റെ കർത്താവ്, അതുപോലെ എൻ്റെ ജീവൻ ഉയരത്തിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇനി മാത്രമല്ല, യോഹന്നാൻ 14-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അപ്പോൾ പിതാവിൻ്റെ ഭവനം ഉയരത്തിലാണ്, പിതാവും അവിടെയാണ്. മാത്രമല്ല, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണാം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു.
നമ്മുടെ പൗരത്വം, എൻ്റെ പൗരത്വം ഒരു അന്യനാട്ടുകാരന് അല്ലെങ്കിൽ ഇന്ത്യക്കാരന് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാത്ത കാലത്തോളം അവൻ ഏത് രാജ്യത്ത് പോയാലും ഒരു നിശ്ചിത കാലാവധി, ജോലിക്ക് പോയാൽ അത് കഴിയുന്നതുവരെ, അല്ലെ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ അവൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനോടുകൂടി മരിച്ച വ്യക്തിക്ക്, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ വ്യക്തിക്ക് അവൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്, ഉയരത്തിലാണ്. അപ്പോൾ ഉയരത്തിൽ എൻ്റെ ജീവൻ അവിടെ, എൻ്റെ കർത്താവോടാ, എൻ്റെ പിതാവ്, സ്വർഗീയ പിതാവ് അവിടെയാണ്, സ്വർഗീയ പിതാവിൻ്റെ വീട് അവിടെയാണ്, എൻ്റെ പൗരത്വം അവിടെയാണ്. ഞാൻ ഇവിടുത്തുകാരനല്ല. ചുരുക്കി പറഞ്ഞാൽ എനിക്കുള്ളതെല്ലാം അവിടെ, ഇവിടെ എനിക്കൊന്നുമില്ല. അങ്ങനെയുള്ള വ്യക്തി അതാരാണ്? ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവൻ. അവൻ എന്ത് ചെയ്യണം? അടുത്ത് പിന്നെയും പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. തോട്ട്, തിങ്ക്, ചിന്ത, ചിന്തിപ്പീൻ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചിന്തിക്കണം? എന്തും ചിന്തിക്കാമോ? അവർക്ക് എന്തും ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? എടുത്തു പറഞ്ഞു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ ഉള്ളത് തന്നെ ചിന്തിപ്പീൻ. നമ്മുടെ ചിന്ത, വാക്കുകൾ, ചിന്തയാണ് അപ്രകാശിതമായ വാക്കുകൾ. ആ ചിന്ത പ്രകാശിപ്പിക്കുമ്പോഴാണ് വാക്കായിട്ട് വന്നത്, പ്രവൃത്തിയായിട്ട് വന്നത്. ആദ്യം ചിന്തിക്കുന്നു, പിന്നെ പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തിൽ ഉള്ളത് ചിന്തിപ്പീൻ, അത് തന്നെ ചിന്തിപ്പീൻ. എടുത്തു പറയാം. എന്തുകൊണ്ടാണ്? ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. എന്തുകൊണ്ടാണ്? എടുത്തു പറയണമെങ്കിൽ വ്യക്തമായ കാരണവും കാണണം. ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ ഉണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം. അവർ ഭൂമിയിലുള്ളത്, അതിൻ്റെ അവസാന ഭാഗം മാത്രം, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർ ഭൂമിയിൽ ഉള്ളത് ചിന്തിക്കുന്നു. ആര്? ആ വാക്യം വായിക്കാം. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിൽ ഉള്ളത് ചിന്തിക്കുന്നു. 12-ാം വാക്യത്തിലുണ്ട്, അനേകർ കർത്താവായ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. ഇന്നും ക്രൂശ് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലല്ലോ. അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് പ്രസംഗിക്കുന്നില്ലല്ലോ. ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, അനുഗ്രഹം തരുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, വാലല്ല തലയാക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, എല്ലാം തരുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പക്ഷേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നില്ല. അത് ഒരു പോരായ്മയായി ഇന്നത്തെ തലമുറയിൽ നിന്നു. എന്നാൽ പൗലോസ് ഒരിക്കൽ പറഞ്ഞായിരുന്നല്ലോ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ഇച്ഛിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അപ്പോൾ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നവരല്ല. മാത്രമല്ല, റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമുക്ക് വേറൊരു വിശദീകരണം കാണാം. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ,
മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നാം എന്ത് ചിന്തിക്കുന്നോ അതാണ് നാം. ഞാൻ ചിന്തിക്കുന്നതാണ് ഞാൻ. എൻ്റെ ചിന്തയെ ഏത് ശക്തി നിയന്ത്രിക്കുന്നോ, എൻ്റെ ചിന്ത ഏത് വഴിക്കോ ആ വഴിക്കായിരിക്കും എൻ്റെ പ്രവർത്തനവും. അപ്പോൾ ഭൂമിയിലുള്ളതല്ല, ഭൂമിയിലുള്ളത് ചിന്തിച്ചാൽ അത് ജഡത്തിനായി ചിന്തിക്കുന്നതാകും. അത് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കുന്ന എല്ലാം മോഹം ഉണ്ടാകുന്ന മോഹങ്ങൾ. ഒരു ആരാണത് പാടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. സ്നേഹം കുറഞ്ഞുപോയി ത്യാഗികളിൽ, മോഹങ്ങൾ പലതരം വർദ്ധിക്കുന്നേ എന്ന് ഒരു പഴയ പാട്ടുണ്ട്. ഇന്നുള്ളവർക്ക് അത് അജ്ഞാതമായിരിക്കും. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പോൾ ഭൂമിയുടെ ചിന്തയും ഉയരത്തിലെ ചിന്തയും രണ്ടാണ്. ഉയരത്തിലെ കാര്യങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളാണ്. ഞാൻ ഭൂമിയിലുള്ളത് ചിന്തിച്ചാൽ, ഭൂമിയിലുള്ളത് ആ ചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ ഞാൻ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുവാണെന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം പറയുന്നു. ഞാൻ എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമല്ല, ദൈവവചനം പറയുന്നു. അപ്പോൾ ഇവിടെ ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പോൾ ഞാൻ ഭൂമിയിലുള്ളത് ചിന്തിച്ചാൽ, ഭൂമിയിലുള്ളതിനെ ചിന്തിച്ചാൽ അത് എൻ്റെ ജീവിതത്തെ നാശത്തിലേക്കും തകർച്ചയിലേക്കും നയിക്കും. എനിക്ക് ഒരിക്കലും ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ സാധ്യമല്ല. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഭൂമിയിൽ ചിന്തിക്കരുത് എന്ന് പറയുന്നത്? എന്തുകൊണ്ട് ഭൂമിയിലുള്ളത് നാം എന്തുകൊണ്ട് ചിന്തിക്കരുത്? ഞാൻ വായിച്ച വാക്യം തന്നെ വ്യക്തമായ തെളിവാണ്. റോമാലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം. അവിടെ മോഹങ്ങളേ ഉള്ളൂ. ഭൂമിയിലുള്ളത് ചിന്തിച്ചാൽ മോഹങ്ങൾ പെരുകും. ജഡത്തിൻ്റെ ചിന്തയാണത്. ജഡത്തിന് മരിച്ചവൻ പിന്നെയും ജഡത്തിൻ്റെ ചിന്ത വന്നാൽ, അവനിൽ ജഡത്തിൻ്റെ ചിന്ത വ്യാപരിച്ചാൽ അവനെ വളരെ വലിയ നാശത്തിലേക്ക് അവൻ നയിക്കുന്നു. അവിടെ മോഹങ്ങൾ പെരുകുന്നു. അവൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ജയകരമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. മാത്രമല്ല, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിച്ചാൽ വേറെ ഒരു കാര്യം കാണാം. റോമാലേഖനം 8-ാം അധ്യായം 5-ാം വാക്യം, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. നാം എന്ത് സ്വഭാവം നമുക്കുണ്ടോ ആ സ്വഭാവത്തിനനുസരിച്ച് ചിന്തിക്കും. മറ്റു വാക്കിൽ പറഞ്ഞാൽ, നാം എന്ത് ചിന്തിക്കുന്നോ അത്തരം സ്വഭാവക്കാരായിരിക്കും നാം. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മാസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. വളരെ വ്യക്തം. ജഡസ്വഭാവമുള്ളവർ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ജഡസ്വഭാവമുള്ളവനെങ്കിൽ ജഡത്തിനായി ചിന്തിക്കും, ആത്മസ്വഭാവമുള്ളവനെങ്കിൽ ആത്മാവിനായി ചിന്തിക്കും. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവനെങ്കിൽ ഞാൻ ഉയരത്തുള്ളത് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ചിന്തിപ്പീൻ. അപ്പോൾ മാത്രമല്ല, ഈ റോമാലേഖനം 8-ാം അധ്യായം അതിൽ പിന്നെയും തുടർച്ചയായിട്ട് അവിടെ കാണാം. 7-ാം വാക്യത്തിൽ കാണുന്നത് അത് ദൈവത്തോട് ശത്രുത്വം. റോമാലേഖനം 8-ാം അധ്യായം 7-ാം വാക്യം, ദൈവത്തോട് ശത്രുത്വം. ദൈവത്തോട് യാതൊരു മിത്രവുമല്ല. മാത്രമല്ല, അത് ദൈവ സ്വഭാവത്തിന് കീഴ്പ്പെടുകയില്ല. 7-ാം വാക്യം, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ഇന്നത്തെ തലമുറയിൽ ആരെയെങ്കിലും ഉപദേശിച്ചു പോയാൽ
ആരെങ്കിലും ഗുണദോഷിച്ചു പോയാൽ തീർന്നു. പല അനുഭവങ്ങൾ എനിക്കുണ്ട്. അവരുടെ നന്മയ്ക്ക് വേണ്ടി ഇന്നത് തെറ്റാണെന്ന് പറഞ്ഞു നോക്കുകയും അത് 1 to 1 അന്യോന്യം പറഞ്ഞാലും മതി, രഹസ്യത്തിൽ ആകെ മാറി പ്രശ്നമായി. കാരണം കീഴ്പ്പെടാൻ പറ്റില്ലെന്നേ. സ്വയം നീതി, സ്വയം ജീവിക്കല്ലേ, സ്വയത്തിന് മരിച്ചെന്ന് പറച്ചിലേ ഉള്ളൂ. തൊട്ടു നോക്കുമ്പോൾ അറിയാം എന്താണെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ആ വ്യക്തി ജഡത്തിൻ്റെ പ്രവൃത്തികൾ വല്ല കീഴ്പ്പെടാത്ത, ദൈവത്തിൻ്റെ പ്രമാണത്തിന്, ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടാൻ കഴിയില്ല. വ്യക്തമുണ്ട്. ആ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ താഴോട്ട് 10 വരെ വായിച്ചാൽ ആ സ്വഭാവങ്ങൾ നമ്മളുടെ താരതമ്യം കാണാം, വ്യത്യാസവും കാണാം. ആത്മസ്വഭാവവും ജഡസ്വഭാവവും. ജഡത്തിനായി ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവർ ജഡത്തിനായി ചിന്തിക്കുന്നവരാണ്. ജഡത്തിനായി ചിന്തിക്കുമ്പോൾ അതെപ്പോഴും മോഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മോഹത്തെ ജനിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ജഡസംബന്ധിയാണ്, ദൈവത്തോട് ശത്രുത്വമാണ്, ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല. മാത്രമല്ല വേറൊരു കാര്യം കൂടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 8-ാം വാക്യം, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഭൂമിയിലുള്ളത് ചിന്തിക്കൊണ്ടിരുന്നാൽ നമ്മളെ ചിന്തയെ ഭൂമിയിലെ കാര്യങ്ങളാണ് നിയന്ത്രിക്കുന്നെങ്കിൽ ദൈവത്തെ ഒരിക്കലും നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയില്ല. എത്ര വലിയവരാണെങ്കിലും എത്ര ചെറിയവരാണെങ്കിലും ഒരുപക്ഷെ ആത്മീയതയുടെ പല പ്രകടനങ്ങൾ നമ്മൾ കാണിച്ചേക്കാം, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല എൻ്റെ 6-ാം വാക്യം, റോമാലേഖനം 8-ാം വാക്യം, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒന്ന് എണ്ണി നോക്കിയാൽ ജഡത്തിൻ്റെ ചിന്ത മോഹം ജനിപ്പിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത അത് ജഡസംബന്ധിയാണ്, ദൈവത്തോട് ശത്രുത്വമാണ്, ദൈവപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. മാത്രമല്ല അത് മരണമാണ്. അപ്പോൾ ഭൂമിയിൽ ഉള്ളത് ചിന്തിച്ചാൽ വേദപുസ്തകം പറയുന്നു ആ ചിന്ത മരണമാണ്. ജീവനിൽ നിന്ന് വേർപെടുന്നതാണല്ലോ മരണം. സാക്ഷാൽ ജീവന്റെ ഉടയവനായ കർത്താവിനോട് ചേർന്നിരിപ്പാൻ അവർക്ക് സാധ്യമല്ല. മാത്രമല്ല ജഡത്തിൻ്റെ ചിന്ത എപ്പോഴും ലോകത്തിലെ ഭാരങ്ങളും ആ മോഹങ്ങളും കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതാണ് പറഞ്ഞത്, ഭൂമിയിലുള്ളത് ചിന്തിക്കരുത്. പിന്നെയോ ഉയരത്തുള്ളത് അന്വേഷിക്കും, ഉയരത്തുള്ളത് ചിന്തിപ്പീൻ. ഉയരത്തുള്ളത് ചിന്തിച്ചാൽ അവിടെ ആത്മീയ പ്രത്യാശ വർദ്ധിക്കും, ആത്മീയ അനുഭവങ്ങൾ വർദ്ധിക്കും, കർത്താവിനോടുള്ള ബന്ധം വർദ്ധിക്കും, കർത്താവിനെ കാണുവാനുള്ള വാഞ്ച വർദ്ധിക്കും, ആ ദൈവസ്നേഹം വർദ്ധിക്കും, ദൈവകൃപ പെരുകും. മറ്റുള്ളവരോട് സ്നേഹം നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല, മറ്റുള്ളവരെയും ആ സ്നേഹത്തിലേക്ക് ആകർഷിപ്പാൻ നമുക്കിടയാകും. അവൻ്റെ സ്നേഹം നമ്മിൽ നിന്ന് വ്യാപരിക്കും. ചുരുക്കി പറഞ്ഞാൽ ദൈവ സ്വഭാവത്താൽ നിറഞ്ഞ് ഓരോ നാളും ക്രിസ്തുവിൽ വളർന്ന്, എഫേസ്യലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ നമുക്കിടയാകും. ക്രിസ്തു എന്ന തലയോളം സ്വർഗത്തിൽ ചെന്ന് വളരുന്നതിനെ കുറിച്ചല്ല. എഫേസ്യലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ക്രിസ്തു എന്ന തലയോളം. അപ്പോൾ എന്തുകൊണ്ട് ഭൂമിയിലുള്ളത് അല്ല ഉള്ളത് തന്നെ ചിന്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തുവിനോട് ആർക്കേ ചിന്തിക്കാൻ പറ്റുള്ളൂ? ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവർക്ക്.
ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ മരിക്കണം, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടണം. അങ്ങനെ ഉയർത്തെഴുന്നേറ്റവർ ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിൽ ഉള്ളത് അന്വേഷിക്കണം. മാത്രമല്ല ഭൂമിയിൽ ഉള്ളതല്ല, ഉയരത്തുള്ളത് തന്നെ ചിന്തിക്കണം. എന്തുകൊണ്ട് ഭൂമിയിൽ ഉള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിക്കണം എന്ന് നാം സവിസ്തരമായി ചിന്തിച്ചല്ലോ. അപ്പോൾ നമ്മുടെ പൗരത്വം ഉയരത്തിലാണ്, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവാകുന്ന ജീവൻ ഉയരത്തിലാണ്, നമ്മുടെ പിതാവിൻ്റെ ഭവനം ഉയരത്തിലാണ്, നമ്മുടെ പൗരത്വം ഉയരത്തിലാണ്, നമ്മുടെ പിതാവ് ഉയരത്തിൽ, നമുക്കുള്ള എല്ലാം ഉയരത്തിലാണ്. അങ്ങനെയെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസി, വിശ്വാസം വാഗണ്ടോ പറയുന്നവനല്ല, യഥാർത്ഥ ക്രിസ്തു വിശ്വാസി, അവന് ചിന്തിക്കാനുള്ളത് ഉയരത്തിലെ കാര്യങ്ങൾ, ഉയരത്തിലെ കാര്യങ്ങൾ, ഉന്നതമായത്, ശ്രേഷ്ഠമായത്, നിലനിൽക്കുന്നത്, ദൈവോദയസിനെ വെളിപ്പെടുത്തുന്നത്, കർത്താവിനെ കുറിച്ചുള്ളത്, അങ്ങനെ ആത്മീയമായി ചിന്തിച്ച് ആ ചിന്ത നമ്മെ രൂപാന്തരപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ, നാം എന്ത് ചിന്തിക്കുന്നോ അതാണ് നാം. ഉയരത്തിൽ ഉള്ളത് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകും. നാം ഉന്നതമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഉത്കൃഷ്ടമാനസരായി, ധന്യരായി, തേജസ് നിറഞ്ഞവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ നമുക്കിടയാകും. അങ്ങനെ കർത്താവ് സകലത്തിലും ക്രിസ്തു എന്ന തലയോളം വളരുന്ന ശിശുക്കളായിട്ടല്ല, ആത്മീക ശിശുക്കളായിട്ടല്ല, ക്രിസ്തു എന്ന തലയോളം വളർച്ച പ്രാപിച്ച് അവനെ പോലെ പരിപൂർണരായി അവൻ്റെ തേജസ്സാൽ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രകാശിപ്പാൻ നമുക്കിടയാകും. അതുകൊണ്ടാണ് പൗലോസ് ഇത് പറഞ്ഞത്. നമുക്ക് ചിന്തിക്കാം, നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരാണോ? നമ്മുടെ ചിന്ത എന്താണ്? ഭൂമിയിലുള്ള കാര്യങ്ങളാണോ അതോ സ്വർഗീയമായതാണോ? നാം അതെന്തെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ഭൂമിയിലുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അപകടമായി തീരും. അത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല, അത് ജഡസംബന്ധിയാണ്. ആ ചിന്ത വഴങ്ങാത്തത്, അത് ചുരുക്കി പറഞ്ഞാൽ മരണത്തിനേത്. അത് നമുക്ക് വരാതെ സ്വർഗീയമായി ചിന്തിച്ച് ജീവനാൽ നിറഞ്ഞ് അവൻ്റെ സമ്പൂർണ്ണത വെളിപ്പെട്ട് ക്രിസ്തു എന്ന നിലയോളം വളർന്ന് കർത്താവിനെ പോലെ ആയിത്തീരുവാൻ നമുക്കിടയാക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നല്ല സമയത്തിനായി സ്തോത്രം. നാഥ, എന്തുകൊണ്ട് ഉയരത്തോളം ചിന്തിക്കണമെന്നും ഉയരത്തുള്ളത് നാഥ ഞങ്ങളുടെ ഭൂമിയിലുള്ളത് എന്തുകൊണ്ട് ചിന്തിക്കരുതെന്നും അല്പമായി ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയായല്ലോ. ഞങ്ങളുടെ ആരെയും ജീവിതം ഉയരത്തിൽ ഉള്ളത് വിട്ട് ലോകത്തുള്ളതിനെ ചിന്തിച്ച് ലോകത്തിന് പുറകെ പോയി ഭൂമിയുടെ നശ്വരമായ അവസ്ഥയിലാകാതിരിപ്പാൻ കർത്താവേ സഹായിക്കണമേ. സ്വർഗീയമാതി ചിന്തിച്ച് സ്വർഗീയനെ പോലെ സ്വർഗീയ ശ്രേഷ്ഠത പ്രാപിച്ച് നാഥ എല്ലാത്തിലും ക്രിസ്തു എന്ന തലയോളമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.